ഇന്ന് നമുക്ക് ഫോട്ടോഷോപ്പിൽ ബോർഡർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ബോർഡർ വരയ്ക്കാൻ പലർക്കും അറിയാം, പക്ഷേ അത് കറക്റ്റ് സെൻട്രൈസ് ചെയ്ത് വരയ്ക്കാനാണ് പലർക്കും ബുദ്ധിമുട്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, അത് ഞാനിപ്പോൾ ഇതിനകത്ത് പ്രിൻ്റ് എടുക്കുന്നു. ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് A4 സൈസാണ്. ഓക്കെ, അപ്പോൾ A4 സൈസ് ഞാനിത് സെറ്റ് ചെയ്തു. ഓക്കെ, A4 സൈസ് എടുത്ത് പിന്നെ എനിക്ക് അറിയേണ്ടത് ഇപ്പോൾ മില്ലിമീറ്റർ കിടക്കുന്നത്. പിന്നെ അറിയേണ്ട കാര്യം ഇതിനകത്ത് ഞാൻ ഇപ്പോൾ സെൻറ്റിമീറ്റർ ആക്കി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈസ് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. അതായത് ഇത് 21 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇത് 29.7 സെൻറ്റിമീറ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ബോർഡർ വരയ്ക്കുമ്പോഴത്തേക്ക് എനിക്ക് 1 സെൻറ്റിമീറ്റർ ഇത് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അത് ഒന്നിപ്പോൾ ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഓക്കെ, ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ 300 റെസൊല്യൂഷൻ കൊടുത്ത് കളർ മോഡ് നമുക്ക് ഇഷ്ടാനുസരണം മാറ്റാം. ഓക്കെ, അതിന് ഞാൻ ക്രിയേറ്റ് കൊടുക്കുന്നു. അപ്പോൾ പേജ് സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അറിയേണ്ടത് ഇതിനകത്ത് പ്രോപ്പർട്ടീസ് എന്ന സാധനമുണ്ട്. നോക്കി മനസ്സിലാവും. പ്രോപ്പർട്ടീസ് നിങ്ങളത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ വിൻഡോസിനകത്ത് പോയിട്ട് പ്രോപ്പർട്ടീസ് കാണും, അത് ഓൺ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതിവിടെ ഓൺ ചെയ്ത് കൊടുത്താൽ മതി, പ്രോപ്പർട്ടീസ് വരും. ഓക്കെ, ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ അത് ഇതിൻ്റെ സെൻറ്റിമീറ്റർ ഇവിടെ കിടപ്പുണ്ട് ഇതിൻ്റെ. ഓക്കെ, ഞാൻ എടുക്കാൻ പോകുന്ന ടൂൾസ് എന്ന് പറയുന്നത് ഏത് ടൂൾസാണെന്ന് നോക്കണം. റെക്റ്റാങ്കിൾ ടൂൾസാണ് എടുത്തത്. ഓക്കെ, റെക്റ്റാങ്കിൾ ടൂൾസ് എടുത്തു. ഇതിൽ റെക്റ്റാങ്കിൾ ടൂൾസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഫില്ലും ഉണ്ട്, സ്ട്രോക്കും ഉണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞുതരാം. ഇത് ഓക്കെ, അപ്പോൾ ഇതിനകത്ത് റെക്റ്റാങ്കിളിനകത്ത് ഇതിപ്പോൾ സ്ട്രോക്കാണ് കിടക്കുന്നത്, അതായത് ഔട്ട്ലൈൻ കാണാം. അപ്പോൾ ഔട്ട്ലൈൻ്റെ തിക്നെസ് കൂട്ടണമെങ്കിൽ എനിക്ക് ഇവിടെ പോയിട്ട് കൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഫില്ലാണെന്ന് പറഞ്ഞാൽ ഫില്ലിപ്പോൾ ഇതിനകത്തൊന്നും ഞാൻ കളർ ഫില്ല് ചെയ്തിട്ടില്ല. ഈ കളർ ഫില്ല് കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള കളർ ഫില്ല് ആവും. ഓക്കെ, അതാണ് ഫില്ലും സ്ട്രോക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ എനിക്ക് വേണ്ടത് സ്ട്രോക്ക് മാത്രമേ മതി. ഞാൻ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ എനിക്ക് സ്ട്രോക്ക് മാത്രം മതി. അപ്പോൾ ഞാൻ എന്താ ഫില്ല് വേണ്ടെന്ന് വയ്ക്കാം. ഓക്കെ, ഫില്ല് വേണ്ടെന്ന് വെച്ച്. ഓക്കെ, പിന്നെ തിക്നെസ് എനിക്ക് എത്ര വേണമെങ്കിലും കൂട്ടാം. അപ്പോൾ എനിക്ക് ഇതിൻ്റെ തിക്നെസ് പിന്നെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇത്ര ഇരിക്കട്ടെ. ഇനി എനിക്ക് അറിയേണ്ടത്, ഞാനിപ്പോൾ ഇത് വരച്ചല്ലോ, ഇത് വരച്ചിട്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ സെൻറ്റിമീറ്റർ നമുക്ക് അറിയാമായിരുന്നു. 21 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ വിത്ത്. ഈ പേജിൻ്റെ വിത്ത് എന്ന് പറഞ്ഞാൽ 21 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, ഹൈറ്റ് എന്ന് പറയുന്നത് 29.7. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നിട്ട് ഇതിനകത്ത് വിത്തും ഹൈറ്റും ഉണ്ട്. അതായത് ഇതിപ്പോൾ സെലക്ട് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് പോയിട്ട് ഇതിലിപ്പോൾ പിക്സലാണ് കിടക്കുന്നത്. ഓക്കെ, അത് കുഴപ്പമില്ല, വിത്തും ഉണ്ട് ഹൈറ്റും ഉണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് നേരത്തെ 21 പേജിൻ്റെ ഫുള്ള് ലെങ്ത് എന്ന് പറയുന്നത് 21. അപ്പോൾ ഞാൻ 1 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാം, ഇതിനായിട്ട് പോയിട്ട് 20 കൊടുക്കുക. 20 കൊടുക്കുക. ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് സെൻറ്റിമീറ്റർ എന്നാൽ CM എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 20 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഹൈറ്റ് ഇവിടെ പോയിട്ട് എത്രയാണ്, 29.7 ആണ്. അപ്പോൾ ഞാനിവിടെ 28.7 കൊടുക്കുക. എന്നിട്ട് ശ്രദ്ധിക്കേണ്ടത് സെൻറ്റിമീറ്റർ ആക്കുക, CM കൊടുക്കുക. എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറക്റ്റ് അലൈൻ ചെയ്യണം. അലൈൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ലെയർ ശ്രദ്ധിക്കുക. ബാക്ക്ഗ്രൗണ്ടിലായിട്ട് പോയിട്ട് കൺട്രോൾ ഒന്ന് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് 2 സെലക്ട് ആകും. ഇത് 2 സെലക്ട് ആകുമ്പോഴത്തേക്കാണ് നമ്മൾ അലൈൻമെൻറ്റിൻ്റെ ഇവിടെ എല്ലാം ആക്റ്റീവ് ആവുന്നത്. ഓക്കെ, ഇതിനകത്തിൻ്റെ സെൻറ്റർ അലൈൻമെൻറ്റ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് വന്നിട്ട് അലൈൻഡ് ഹൊറിസോണ്ടൽ കൊടുക്കുന്നു. ഓക്കെ, അലൈൻഡ് വെർട്ടിക്കൽ കൊടുക്കുന്നു. അപ്പോൾ ഇത് ഈക്വലായിട്ട് ആയിട്ടുണ്ട്. നോക്കി, അപ്പോൾ ഇതിനകത്തൊരു ഇമേജ് ഇട്ടിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫയലിൽ പ്ലേസ്. അടുത്തത് ഈ ഇമേജിന് എങ്ങനെ ബോർഡർ കൊടുക്കാൻ നോക്കാം. വേറെ ഒന്നുമില്ല. അപ്പോൾ ആദ്യം ഞാൻ ചെന്നിട്ട് ജസ്റ്റ് ഈ പിക്ചറിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. ആ പിക്ചർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് പ്രോപ്പർട്ടീസിൽ എന്താ കാണിക്കുന്നത്, വിഡ്ത്ത് 12 സെൻറ്റിമീറ്ററും ഹൈറ്റ് 18 സെൻറ്റിമീറ്ററും. റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് വിത്തും ഹൈറ്റും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഫ്രം സെൻറ്റർ കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് സെൻറ്ററായിട്ട് വരും. ഓക്കെ,
ഇവിടെ ചെന്നിട്ട് എത്ര വേണ്ടത് വിത്ത് 12.5 കൊടുത്ത് ഹൈറ്റ് അല്ലെങ്കിൽ ഇതിൽ കാണിച്ചിരിക്കുന്നത് 18. അപ്പോൾ 18.5 ഓക്കെ ഓക്കെ ഇപ്പോൾ രണ്ടും ആയിട്ടുണ്ട്. ഇനി വേണ്ടത് എനിക്കൊന്നും അതിൻ്റെ തിക്നെസ് നമുക്ക് അറിയാൻ വയ്യ. അപ്പോൾ ജസ്റ്റ് ഈ ലൈൻ മാത്രമേ കാണുന്നുണ്ട്, അതിൻ്റെ തിക്നെസ് നമുക്ക് അറിയാൻ വയ്യ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്യുന്നത് റെക്റ്റാങ്കിളുള്ളൂ. അപ്പോൾ ആ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ബാക്കിയെല്ലാം ആക്റ്റീവ് ആകും. ആ ലൈൻസും തിക്നെസ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ചെന്നിട്ട് അതിൻ്റെ തിക്നെസ് കൊണ്ടുവന്ന് കൂട്ടി വെക്കാം. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്കിത് അലൈൻ ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡിൽ ഞാൻ ഇവിടെ ചെയ്യുന്ന വ്യൂവിനകത്ത് പോയിട്ട് ന്യൂ ഗൈഡ് ലേഔട്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കോളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് 1 സെൻറ്റിമീറ്ററാണ് കാണുക. അപ്പോൾ നിങ്ങളതിൽ കണ്ടില്ലെങ്കിൽ നിങ്ങളിവിടെ കോളം 1 കൊടുക്കുക, ഇവിടെ റോസിലും 1 കൊടുക്കുക. പിന്നെ ഇവിടെ ചെന്നിട്ട് എല്ലാം ഓരോ സെൻറ്റിമീറ്റർ ഇതിൻ്റെ, അതായത് ടോപ്പും ലെഫ്റ്റും എല്ലാം ഓരോ സെൻറ്റിമീറ്റർ വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ സെൻറ്റിമീറ്റർ ആക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, ഓക്കെ കൊടുക്കുക. പിന്നെ ഇത് വേറെ ഒന്നുമില്ല, പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു ടൂൾസ് ഇത് വേണമെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുത്താലും മതി. അല്ലെങ്കിൽ ഈ ഒരു ടൂൾസ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് നമ്മുടെ സെലക്ഷൻ ടൂൾ ജസ്റ്റ് എടുക്കുക. ഓക്കെ, എന്നിട്ട് സ്ട്രോക്ക് കൊടുക്കുന്നു. ഇപ്പോൾ 20 കൊടുത്ത് സ്ട്രോക്ക് 20 കൊടുത്തിരിക്കുകയാണ്, കളറ് ബ്ലാക്ക് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇത് സെൻറ്റർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് കൺട്രോൾ ഡി കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഗൈഡ് ലൈൻ പോകണമെങ്കിൽ നമുക്ക് വീനകത്ത് പോയിട്ട് ഗൈഡ് ലൈൻ ഓഫ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലൈൻ വരയ്ക്കാൻ വേറെ ഒന്നുമില്ല, നമ്മൾ ഇപ്പം നേരത്തെ പെൻ ടൂൾ ഒന്ന് വരയ്ക്കുക. പെൻ ടൂൾ എടുക്കുക, പെൻ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഷേപ്പ് ആയിരിക്കണം. ഓക്കെ, ഇതിപ്പോൾ ഇതിനകത്ത് ഷേപ്പ് ആകും മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. പാത്ത് ഷേപ്പുണ്ട്, ഷേപ്പ് ആയിരിക്കണം. നേരത്തെ റെക്റ്റാങ്കിൾ ടൂൾ പറഞ്ഞപ്പോഴും അത് തന്നെയാണ് വേണ്ടത്, ഷേപ്പ് ആയിരിക്കണം വേണ്ടത്. ആ പാത്ത് വേണമെങ്കിൽ വർക്ക് ചെയ്തില്ല. അപ്പോൾ തൽക്കാലം നമ്മൾ ഇതിനകത്ത് ഷേപ്പ് എടുക്കുന്നു. ഇപ്പോൾ പെൻ ടൂൾ പി അടിക്കുമ്പോൾ പെൻ ടൂൾ ആക്റ്റീവായി. അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, അത് ഷേപ്പ് എടുക്കുന്നു. ഓക്കെ, ഇതിനകത്ത് ഫില്ല് നമുക്ക് വേണ്ട, സ്ട്രോക്ക് മാത്രമാണ് ഇപ്പോൾ വേണ്ടത് അല്ലേ, ആ സ്ട്രോക്ക് മാത്രം മതി. ഓക്കെ, അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുകയാണ്. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, എൻ്റർ അടിക്കുന്നു. ഓക്കെ, ഇത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ വരും. ഓക്കെ,